ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇനി നമുക്കൊരു വാട്ടർ ഈറ്റിനിടെ കാണാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് കാലത്ത് നമുക്കുണ്ടായിരുന്ന ചപ്പാത്തിയും അതേപോലെ തന്നെ കടലക്കറിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ചപ്പാത്തിയും അതേപോലെ തന്നെ കടലക്കറിയും കഴിച്ചു കേട്ടോ. ഇപ്പോഴൊക്കെ നേരം വൈകിട്ട് എനിക്കിനോണ്ട് തന്നെ നേരെ ഇതേപോലെ ചായ കുടിക്കാനായിട്ട് ചെയ്യാറായിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇതൊരു വെയിറ്റ് ഗെയിൻ ഷേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തടി കൂടാനായിട്ടൊക്കെ നന്നായിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആപ്പിൾ, അതേപോലെ തന്നെ നേന്ത്രപ്പഴം, കുറച്ച് കശുവണ്ടി, ബദാം, ഈത്തപ്പഴം, വാൾനട്ടും പിന്നെ ഇതേപോലെ കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ഗ്ലാസ് പാലുമാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള പാലും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തടി കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഉണ്ണിയുടെ വെയിറ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുടിക്കണത്. പിന്നെ ഇതിലേക്ക് മധുരോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു ഈത്തപ്പഴത്തിന് അതേപോലെ തന്നെ പഴത്തിൻ്റെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിന് നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 10:30-11 മണിയുടെ ഉള്ളിലായിട്ട് ഈ ഒരു ഷേക്ക് കുടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേറ്റതേ മോൾക്ക് ഇതേപോലെ കുറച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ 12 മണി ആ ഒരു സമയമായപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് ചാറിയുള്ളൂ കേട്ടോ. അപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഈ ചായയൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴത്തേനും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചായ കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു കടലയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കടലയിൽ നല്ല ഉപ്പും അതേപോലെ തന്നെ എരിവൊക്കെ ഉള്ള രീതിയിലുള്ള കടലയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ചു. അതേപോലെ തന്നെ ഈ ഒരു കടലയിൽ നമ്മൾ സബോള അതേപോലെ തന്നെ മല്ലിയിലയും നാരങ്ങനീരൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഉച്ചയാകുമ്പോഴത്തേന് നമുക്കുണ്ടായിരുന്നത് ഇന്ന് ചോറും അതേപോലെ തന്നെ പരിപ്പും മുരിങ്ങക്കായ കറി വെച്ചതും കടച്ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും പിന്നെ ഞാൻ കുറച്ച് നാരങ്ങയുടെ അച്ചാർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട്. കാരണം നേരത്തെ ആ ഒരു കടലൊക്കെ കഴിച്ചത് കൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 1:30യുടെ ഉള്ളിലൊക്കെ ആയിട്ട് തോന്നിട്ടോ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഒരു 10:30-11 മണിയുടെ ആ ഒരു സമയത്തായിട്ടോ പുഴുങ്ങിയ മുട്ട ഇതേപോലെ കഴിക്കാറുള്ളത് കേട്ടോ. ഇന്ന് ആ ഒരു സമയത്ത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഊണിൻ്റെ ഒപ്പമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണി ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കുക്കുംബർ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു പീസ് മാങ്ങയും പിന്നെ ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അതേ മാങ്ങയും അതേപോലെ തന്നെ കുക്കുംബറും പിന്നെ നമ്മുടെ ആപ്പിളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്കേറ്റ് മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കും ഇതുപോലെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തിൻ്റെ ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് മാങ്ങയെ തോന്നുന്നു കേട്ടോ. കുറേ അധികം ഞാൻ മാങ്ങ ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോഴത്തേന് വീണ്ടും വിശന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളാവിലും അതേപോലെ തന്നെ 2 ചെറുപഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അതും കഴിച്ചു. സാധാരണ എനിക്ക് അവിലൊക്കെ കഴിക്കുമ്പോൾ അതേപോലെ തേങ്ങയും അതേപോലെ തന്നെ ശർക്കരയൊക്കെ ഇട്ടിട്ട് കുഴച്ചിട്ട് കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഇന്ന് എനിക്ക് മടിയായപ്പോൾ പിന്നെ പഴം ഉള്ളതുകൊണ്ട് ഈ ഒരു രീതിയിൽ കഴിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മോളാണെങ്കിൽ അവിടെ കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇടയ്ക്ക് നോക്കുന്നത് വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ചായ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേൻ്റെ ഈ ഒരു സാധനം വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു പപ്സിൻ്റെ പുറം വശം ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ ചെറിയ രീതിയിൽ പഞ്ചസാരയും അതേപോലെ തന്നെ എള്ളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്നാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുണ്ടാവുക. ഇതാണെങ്കിൽ വായിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നൊന്നും കഴിച്ച് നമുക്ക് വലിയ രീതിയിൽ വിശപ്പും കാര്യങ്ങളൊന്നും മാറില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു 4-5 കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ചെറിയ പീസ് ഇതേപോലെ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു അതേ ഭക്ഷണം തന്നെ കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ഞാൻ കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സുലം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.